ഫസ്റ്റ് സെം ബികോമിലെ രണ്ടാമത്തെ പാഠം ഇയാസ് അൽ ഖാലി. ഖാലിയായ ഇയാസ്. ഖാലി മീൻസ് ജഡ്ജ്, ന്യായാധിപൻ. കാന ഇയാസുബിന് മുആവിയ ഖാലിയൻ ദക്കിയൻ. ഇയാസുബിന് മുആവിയ ബുദ്ധിമാനായ ഒരു ജഡ്ജായിരുന്നു. ഹല്ല കസീറൻ മിനൽ മുഷ്കിലാത്ത്, ധാരാളം പ്രശ്നങ്ങൾ അദ്ദേഹം പരിഹരിച്ചിട്ടുണ്ട്. ബി ഉസ്ലൂബിൻ ബസീത്തുൻ, ലളിതമായ ശൈലിയിൽ. വസ്തഹറ ബിദാലിക, അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രശസ്തനാണ്. വദാത്ത യോമിൻ, ഒരു ദിവസം ഹലറ ഇലൈഹി റജുലുൻ, ഒരാൾ അദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നു. യഷ്കു അഹദ തുജാരി, ഒരു കച്ചവടക്കാരനെക്കുറിച്ച് ആവലാതി പറഞ്ഞുകൊണ്ട്. ഖായിലൻ, അദ്ദേഹം പറയുകയാണ്, യാ സയ്യിദി അൽ ഖാലി ലഖദ് ഇസ്തൗദഅതു ഹാദ റജുല മാലൻ കസീറൻ, ഇയാളുടെ അടുക്കൽ ഞാൻ ധാരാളം പണം ഏൽപ്പിച്ചു. വ ഹറജ്തു ഫീ റിഹ്ലത്തിൻ ലി, എന്നിട്ട് ഞാനൊരു യാത്ര പോയി. ഫലമ്മ ഒത്തു, ഞാൻ മടങ്ങി വന്നപ്പോൾ അൻകറ അന്നഹു അഹദ ഹാദൽ മാല, ഇയാൾ ആ പണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി എന്ന കാര്യം നിഷേധിച്ചു. നിഷേധിച്ചു. അന്നഹു അഹദ ഹാദൽ മാല, അദ്ദേഹം ഈ പണം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട് എന്നത് നിഷേധിച്ചു. ഫൽദുർ മദാത്ര, താങ്കൾ നോക്കൂ, എന്താണ് താങ്കൾ അഭിപ്രായപ്പെടുന്നത്? കാല ഇയാസ് ലി ഷാക്കി, ഇയാസ് ഷാക്കിയോട്, ആവലാതിക്കാരനോട് ചോദിച്ചു. വ ഐന കുൻതമ ഇൻദമ അഅതൈതുൽ മാല, താങ്കൾ അദ്ദേഹത്തിന് പണം നൽകിയപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു ഉള്ളത്? റദ്ദ ഷാക്കി, അവലാധികാരൻ മറുപടി പറഞ്ഞു, കുന്ന ഇന്ദ ഷജറത്തിൻ ഫി സഹറായ്, ഞങ്ങൾ മരുഭൂമിയിലെ ഒരു മരത്തിൻ്റെ അടുക്കലായിരുന്നു. കാല ഇയാസ് ലി താജിർ, ഇയാസ് താജിറിനോട് ചോദിച്ചു. ഹൽ സഹീഹൻ മാ യഖൂലുഹു അർറജുലു, ഇയാൾ പറയുന്നത് സത്യമാണോ? അജാബ, അദ്ദേഹം മറുപടി പറഞ്ഞു, ലാ യാ സയ്യിദി അൽ ഖാലി, അല്ല. മാ അഹദ്തു മിൻഹു മാലൻ, ഞാൻ അയാളിൽ നിന്നും ഒരു പണവും എടുത്തിട്ടില്ല, വാങ്ങിയിട്ടില്ല. വലാ റഅയ്തു ഹാദിഹി ഷജറത ഫി ഹയാത്തി, ഇയാൾ ഈ പറയുന്ന മരം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കാല ഇയാസ് ലി ഷാക്കി, അപ്പോൾ ഇയാസ് വേവലാധികാരനോട് പറഞ്ഞു, ഇദ്ഹബ് ഇലാ ഹാദിഹി ഷജറ, ആ മരത്തിൻ്റെ അടുക്കലേക്ക് താങ്കൾ പോവുക. ഫല അല്ലാഹു യുവല്ലിഹു ലക ഹുനാക ഹഖക, അള്ളാഹു താങ്കളുടെ അവകാശം, താങ്കളുടെ പണം അവിടെ താങ്കൾക്ക് കാണിച്ചു തന്നേക്കാം. ഫ ഇമ്മാ അന്നക ലാ തഖൂലുൽ ഹഖീഖത, ഒന്നുകിൽ താങ്കൾ സത്യം പറയുന്നതല്ലായിരിക്കും. വ ഇമ്മ അന്നക ദഫൻത മാലക ഇന്ദ ഷജറത്തി, അല്ലെങ്കിൽ താങ്കൾ താങ്കളുടെ പണം മരത്തിൻ്റെ അടുക്കൽ കുഴിച്ചിട്ടിട്ടുണ്ടാകും. ദഫന മീൻസ് കുഴിച്ചുള്ളിലാക്കുക, മണ്ണിൻ്റെ അടിയിലാക്കുക. വനസീത്ത, എന്നിട്ട് താങ്കളോട് മറന്നുപോയതായിരിക്കാം. അതുകൊണ്ട് അവിടെ പോയിട്ടൊന്ന് നോക്കൂ, ഒന്ന് കുഴിച്ചു നോക്കൂ, അവിടെ നോക്കിയാൽ ഒരു പക്ഷേ താങ്കളുടെ പണം കണ്ടെത്തിയേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഖറജ ഷാക്കി പുറപ്പെട്ടു. വക്കാല ഇയാസ് ലി താജിർ, ഇയാസ് താജിറിനോട് പറഞ്ഞു, ഇജ്ലിസ് ഹുന ഹത്ത യഊദ സ്വാഹിബുക, നിൻ്റെ കൂട്ടുകാരൻ തിരിച്ചു വരുന്നതുവരെ താങ്കൾ ഇവിടെ തന്നെ ഇരിക്കുക. ഫല അല്ലഹു യജിദു മാലഹു, അയാൾ ഒരുപക്ഷെ അയാളുടെ പണം അവിടെ കണ്ടെത്തിയേക്കാം. ഫ അഹക്കുമു ലക ബിൽ ബറാഅത്തി, അങ്ങനെയാണെങ്കിൽ ഞാൻ താങ്കൾക്ക് നിരപരാധിത്വം വിധിക്കും. അങ്ങനെ ജലസർ റജുൽ എവിടെയിരുന്നു. വ അഖദ ഇയാസുൻ യൻദുറു ഫീ ഖളായ അന്നാസി, ഇയാസ് ആണെങ്കിലോ മറ്റു ജനങ്ങളുടെ ഖളായ കേസുകൾ നോക്കാൻ തുടങ്ങി. വക അന്നഹു നസീൽ ഖളിയത കുല്ലഹ, അദ്ദേഹം ഈ പ്രശ്നം, ഈ കേസ് പൂർണ്ണമായും മറന്നതുപോലെയായി, മറ്റു കേസുകളിൽ വ്യാപൃതനായി. ഹത്ത ഇദാ മറത്ത് ഫത്രത്ത് മിനൽ വക്തി, അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു പോയപ്പോൾ ഇൽത്തഫത്ത് ഇല താജിർ, ഇയാസ് താജിറിൻ്റെ അടുക്കലേക്ക്, താജിറിനെ തിരിഞ്ഞു നോക്കി. ഫജ്അത്തൻ വക്കാല ലഹു, പെട്ടെന്ന് അയാളോട് ചോദിച്ചു. പെട്ടെന്ന് ഇയാസ് ഖാലി ആ താജിറിനോട് ചോദിച്ചു, ഹൽ തറ സ്വാഹിബക്ക കത് വസലയില ഷജറത്തിലാൻ, തങ്ങളുടെ കൂട്ടുകാരൻ ഇപ്പോൾ ആ മരത്തിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ടാകുമോ എന്ന് പെട്ടെന്ന് അങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ റദ്ദ റജുലു, അയാൾ മറുപടി പറഞ്ഞു, ലാ ഇന്നഹ ബൈദ, ഇല്ല, അത് കുറേ ദൂരെയാണ്. അപ്പോൾ ഇയാൾ വിളിച്ചതായി അല്ലേ. കാല ഇയാസ് പറഞ്ഞു, യാ അത് അള്ളാഹുവിൻ്റെ ശത്രുവേ, അൻത ഖാഇൻ, നീ വഞ്ചകനാണ്. വർ റജുലു ഇസ്തൗദഅകൽ മാല, അയാൾ താങ്കൾക്ക് പണം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്ദ ഷജർത്തി, ആ മരത്തിൻ്റെ അടുക്കൽ വെച്ച്. ഇൽത്തറബ റജുലു വക്കാല, അപ്പോൾ റജുല് വെപ്രാളപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നഅം ഇന്നനി മുദ്രിം, അതെ ഞാൻ കുറ്റവാളിയാണ്. വലാകിൻ ഇഹ്ഫൽ സിരി, എന്നാൽ പക്ഷേ എൻ്റെ രഹസ്യം അങ്ങ് മറച്ചു വെക്കണം. ഇഹ്ഫൽ മീൻസ് സൂക്ഷിക്കണം, സംരക്ഷിക്കണം, മീൻസ് അയാൾക്ക് അറിയാതെ മറച്ചു വെക്കണം. യഹ്ഫലുക അല്ലാഹു, അള്ളാഹു താങ്കളെയും മറച്ചു വെക്കും എന്ന് പറഞ്ഞപ്പോൾ അഷാറ ഇയാസിൻ ഇലാ റിജാലി ഷുർത്തത്തിഹി, ഇയാസ് തൻ്റെ പോലീസുകാരോട് സൂചിപ്പിച്ചു. അവ അമർഹം, അവരോട് കൽപ്പിച്ചു, അൻ യഖ്ബിലു അല താജിർ, ഈ താജിറിനെ പിടികൂടാൻ. വലായത്തുറുക്കുഹു യുഗാദിറു മക്കാനഹു, ഇയാൾ അയാളുടെ സ്ഥലത്തു നിന്നും ഓടിപ്പോകാതിരിക്കാൻ
ഓടിപ്പോകാതിരിക്കാനും അയാളെ പിടിച്ചു കൊണ്ടുപോകാൻ എന്ത് ചെയ്തു, ഉത്തരവിട്ടു. വമല്ല യുസരിഫ് ഷുഊനൽ ഖലായി, അങ്ങനെ വിധിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ബാദ ഫത്രത്തിൻ, കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ബാദ ഫത്രത്തിൻ തൊവീലത്തിൻ, കുറേ കഴിഞ്ഞതിന് ശേഷം, കുറേ സമയത്തിന് ശേഷം, ആദർ റജുലു, നമ്മുടെ പോയ ആൾ തിരിച്ചു വന്നു. മുർഹക്കൻ മുത്താബൻ, ക്ഷീണിച്ചുകൊണ്ട്. മുർഹക്ക് മുത്താബ് രണ്ടും ഒരേ അർത്ഥമാണ്. ഫക്കാല ലഹു യാസ്, ഇയാസ് അയാളോട് ചോദിച്ചു, അവജത്ത മാലക്ക, താങ്കളുടെ പണം കിട്ടിയോ? അജാബർ റജുലു, റജുൽ മറുപടി പറഞ്ഞു, ലാ യാ സയ്യിദി, ഇല്ല സെയ്ദേ. ലക്കത് ദഹത്തു ഇലാ മക്കാനി ഷജർത്തി, ഞാൻ ആ മരമുള്ള സ്ഥലത്തേക്ക് പോയി. ഫതദക്കർത്തു, ഞാൻ ഓർത്തു, എനിക്ക് ഓർമ്മയിലുണ്ട്. അന്നനി, അവിടെ പോയപ്പോഴും ഞാൻ ഓർക്കുന്നത് എന്ത് തന്നെയാണ്, അന്നനി അത്തോയ്ത്തു ഹാദർ റജുല മാലി, ഞാൻ എൻ്റെ പണം ഇയാൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ്. ലാ ശക്ക ഫി ദാലിക, അതിലൊരു സംശയവുമില്ല. ഫക്കാൽ ഇയാസ്, അപ്പോൾ ഇയാസ് പറഞ്ഞു, സദഖ്ത, യു ആർ കറക്റ്റ്. വഖദ് ഇഅ്തറഫ ഹാദർ റജുലു ബിദംബിഹി, അയാളുടെ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഇഅ്തറഫ ബിദംബിഹി, കുറ്റം സമ്മതിക്കുക. ഫഖുദ് ഹഖക മിൻഹു, അയാളിൽ നിന്നും താങ്കളുടെ അവകാശം, താങ്കളുടെ പണം സ്വീകരിച്ചോളൂ. വറദ്ദ താജിറു അൽമാല, അങ്ങനെ താജിർ പണം തിരിച്ചു കൊടുത്തു. വഹക്കത്ത് അലൈഹിൽ ഒക്കൂബത്തു, അയാളുടെ മേൽ ശിക്ഷ, യാഥാർത്ഥ്യമായി ശിക്ഷ നടപ്പിലാക്കപ്പെട്ടു. ഇതാണ് കഥ. ഇനി അജിബ് അനിൽ അസലത്തിലാത്തി, അതായുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ബിമാദ ഇസ്തഹർ അൽ ഖാലി ഇയാസ്, ഖാലി ഇയാസ് എന്തുകൊണ്ടാണ് പ്രശസ്തനായത്? ഇസ്തഹർ അൽ ഖാലി ഇയാസ് എങ്ങനെയാണ് പ്രശസ്തനായത്? ബി കുദ്റത്തിഹി, അയാളുടെ കഴിവ് കൊണ്ട്. എന്തിനുള്ള കഴിവ് കൊണ്ട്? ബി കുദ്റത്തിഹി ലി ഹല്ലിൽ മുഷ്കലാത്തി ബി ഉസ്ലൂബിൻ ബസീത്തുൻ, അല്ലേ, ലളിതമായ ശൈലിയിൽ, സിമ്പിളായ ശൈലിയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കുദ്റത്ത് കൊണ്ട്, അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടാണ് പ്രശസ്തനായത്. ലിമാദ ഷക്ക അർ റജുലു അ താജിറ ഇലൽ ഖാലിയ, ആ ആൾ എന്തിനാണ് താജിറിനെ ഖാലിയുടെ അടുക്കൽ വന്ന് താജിറിനെതിരെ ആവലാതി പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്? എന്തുകൊണ്ടാണ്? ഷക്കർ റജുലു അ താജിറ ഇലൽ ഖാലി, ഖാലിയുടെ അടുക്കൽ വേവലാതി ബോധിപ്പിച്ചു. ലി അന്ന താജിറ യുൻകിറു അമാനത്തഹു, കാരണം താജിർ എന്ത് ചെയ്യുകയാണ്? അയാളുടെ അമാനത്ത്, സ്വത്ത് നിഷേധിക്കുകയാണ്, തന്നിട്ടില്ല എന്ന് പറയുകയാണ്. മാതാ തൊലബൽ ഖാദി ഇയാസ് മിന താജിർ, ഖാദി ഇയാസ് താജിറിനോട് എന്താണ് ആവശ്യപ്പെട്ടത്? അൻ യജ്ലിസ ഫിൽ മഹക്കമത്തി, അല്ലേ, കോടതിയിൽ ഇരിക്കാൻ വേണ്ടി. ഹൽ നസിയ ഇയാസുൻ അൽ ഖദിയത ഹക്കൻ, അല്ലെങ്കിൽ അൻ യജ്ലിസ ഇലാ അൻ യഊദ ഷാക്കി, അല്ലേ, ആ ഷാക്കി അവലാധികാരൻ മടങ്ങി വരുന്നത് വരെ അൻ യജ്ലിസ ഹുനാക, അവിടെ ഇരിക്കാൻ വേണ്ടിയാണ് ഖാദി റജുലിനോട് ആവശ്യപ്പെട്ടത്. പിന്നെ ഹൽ നസിയ ഇയാസുൻ അൽ ഖദിയത ഹക്കൻ, ഇയാസ് സത്യത്തിൽ ആ കേസ് മറന്നുപോയതാണോ? കുറേ സമയം മറ്റ് കേസുകൾ നോക്കി ഈ കേസ് മറന്നുപോയതുപോലെയായിരുന്നു അദ്ദേഹത്തിനെ കാണുമ്പോൾ, അല്ലേ. പക്ഷേ ശരിക്കും അദ്ദേഹം മറന്നുപോയതാണോ? അല്ല, അദ്ദേഹം എന്തായിരുന്നു, ഇദ്ദേഹത്തെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങനെ മറന്നുപോയതുപോലെ അഭിനയിച്ചതാണ്, അല്ലേ. ലിമാദ ആദർ റജുലും മുർഹക്കൻ മുത്തബൻ, എന്തുകൊണ്ടാണ് പോയ ആൾ ക്ഷീണിതനായിക്കൊണ്ട് തിരിച്ചു വന്നത്? എന്തുകൊണ്ടാണ് തിരിച്ചു വന്നത്? തിരിച്ചു വന്നു, അല്ലേ. അതിന് പ്രത്യേകിച്ച് ഉത്തരവൊന്നുമില്ല. വേണമെങ്കിൽ ലി അന്നഹു ലം യജിദ് അൽ മാലഹുനാക്ക, അവിടെ പണം കണ്ടില്ല എന്ന് എഴുതാം. അല്ലാതെ ഇപ്പം റത്തിബിൽ ഇബാറത്തില്ലാത്ത താഴെയുള്ള ഇബാറത്തുകൾ എന്ത് ചെയ്യണം? ഓർഡർ ആക്കണം. ഇവിടെ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അത് പാഠഭാഗത്തുള്ള സെൻറ്റൻസുകൾ തന്നെയാണ്. അത് പാഠഭാഗം നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷേ ആദ്യം എന്ത് ചെയ്യണം? നിങ്ങൾ സ്വയം ക്രമപ്പെടുത്തി നോക്കിയതിന് ശേഷം പാഠഭാഗം നോക്കാനാണ് പറയുന്നത്. ലാ തർജി വല നസ് നോക്കരുത്. ഇല്ലാ ബാദൽ ഇന്ത്യഹായി മിന തദ്രീബി, സ്വയം ചെയ്ത് നോക്കിയതിന് ശേഷമല്ലാതെ. ആദ്യം സ്വയം ക്രമപ്പെടുത്തി നോക്കുക, പിന്നെ പാഠഭാഗം നോക്കി ശരിയാക്കുക. ഇഖ്തർ അൽ കലിമത്തുൽ മുനാസിബത്ത് മിനൽ കൗസൈനി, ബ്രാക്കറ്റിൽ നിന്നും അനുയോജ്യമായ വാക്കുകൾ വെച്ച് പൂരിപ്പിക്കാം. ആഷ മീൻസ് ജീവിച്ചു. മദീനത്തി താജിറുൻ, കച്ചവടക്കാരൻ. അപ്പോൾ ഒരു താജിറുൻ അമീനുൻ, വിശ്വസ്തനായ കച്ചവടക്കാരൻ. അല ഫി മിൻ, ഫി ആണ് അവിടെ വെക്കേണ്ടത്, അല്ലേ. ആഷ ഫി മദീനത്തിൻ, ഒരു പട്ടണത്തിൽ ജീവിച്ചിരുന്നു. താജിറുൻ അമീനുൻ, വിശ്വസ്തനായ ഒരു കച്ചവടക്കാരൻ. അഷാറൽ ഖാദി ഇയാസ് സൂചിപ്പിച്ചു, സൂചന നൽകി. ഇല റിജാലി ഷുർത്തത്തിഹി, ഇലയാണ് വെക്കേണ്ടത്, അല്ലേ, തൻ്റെ പോലീസുകാരോട് ഇയാളെക്കുറിച്ച് സൂചന നൽകി. റജ താജിർ മടങ്ങി വന്നു. മിനസൂക്കി, മാർക്കറ്റിൽ നിന്നും. മിന്നാണ് വെക്കേണ്ടത്. റഹബ് താജിറു ഇല സൂക്കി, താജിർ അങ്ങാടിയിലേക്ക് പോയി. എന്തിനു വേണ്ടി? ലി ഷിറ ഇൽ ബിലാഅത്തി, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. ലി എന്നാൽ വേണ്ടി, ലിഷിറായി വാങ്ങാൻ വേണ്ടി. ഇവിടെ മുഫ്രദ് എഴുതണം. തുജാറിന് മുഫ്രദ് താജിർ എന്നാണ്, കച്ചവടക്കാർ. അഷ്ജാർ ഷജറത്തുൻ. കുലാത്ത് അതിൻ്റെ മുഫ്രദ് കാലിൻ, കാലി എന്ന് നീട്ടി എഴുതരുത്, കാലിൻ എന്നെഴുതുക.
അലിഫ്ലാം ഇടുമ്പോൾ മാത്രം കാളി എന്ന് യാട്ടേത് അൽ കാളി എന്ന്. അലിഫ്ലാം അല്ലെങ്കിൽ കാളിൻ. അംവാലുൻ മാലുൻ. ഹക്കുൻ ഹക്കൂക്കുൻ. ഖളിയത്തുൻ ഖളായ. റജുലുൻ റിജാലുൻ. സാഹിബുൻ അസ്ഹാബുൻ. ഇനി ഇസ്താമൽ ഫിൽ ജുംല, വാക്യത്തിൽ പ്രയോഗിക്കണം. ഹലറ ഇലൈ. ഹലറ ഇല എത്തി അല്ലേ. ഒരു വാക്യം എന്ത് പറയാം? ഹലറ ത്വാലിബു ഇലൽ മദ്രസത്തി, വിദ്യാർത്ഥി സ്കൂളിലെത്തി. അഖദ മിൻ എടുത്തു സ്വീകരിച്ചു. അഖദ്തു മിൻഹു മാലൻ, ഞാൻ അയാളിൽ നിന്നും പണം സ്വീകരിച്ചു. ഫത്രത്ത മിൻ ഒരു സമയം സൂചിപ്പിക്കാനുള്ളതാണത് അല്ലേ. സെക്കൻഡ് തൊഹുനാക്ക ഫത്രത്ത മിന സമനി, ഞാൻ അവിടെ കുറച്ചു കാലം താമസിച്ചു. വസൽത്തു ഇല സൂക്കി, ഞാൻ മാർക്കറ്റിലെത്തി. ഓക്കെ, ഇനി മയ്യിസ് അൽ മാലിയ വൽ മുലാരിയ വൽ അമ്ര. മാലിയ ഫീലുകളും മുലാരിയ ഫീലുകളും അമ്ര ഫീലുകളും കണ്ടെത്തണം. എന്നിട്ട് ഓരോന്നും ഓരോ കോളത്തിൽ എഴുതണം. മാലി ഇവിടെ, മുലാരി ഇവിടെ, അമ്ര. മാലി മീൻസ് പാസ്റ്റ് ടെൻസിലുള്ള ഫീലുകൾ അല്ലേ. ഹലറ മാലിയാണ്, എത്തി. അൽ മുലാരി യഊദു മടങ്ങുന്നു അല്ലെങ്കിൽ മടങ്ങും, പ്രസൻറ്റ് ടെൻസ്. അൽ അമ്ര ഇഹ്ഫൽ സംരക്ഷിക്കൂ, സൂക്ഷിക്കൂ, കൽപ്പനക്രിയ അല്ലേ, ഒരാളോട് പറയുകയാണ്. ഇദ്ഹബ് പോകൂ, ഉക്തുബ് എഴുതൂ, ഇക്ര വായിക്കൂ, ഇജ്ലിസ് ഇരിക്കൂ, അതേപോലുള്ള വാക്കുകൾ. മുലാരിയാണെങ്കിൽ യഊദു മടങ്ങുന്നു, യദ്ഹബ് പോകുന്നു, യജ്ലിസ് ഇരിക്കുന്നു. മാലിയാണെങ്കിലോ ജാ വന്നു, ദഹബ പോയി, കതബ എഴുതി, ജലസ ഇരുന്നു, ആ രൂപത്തിൽ. ഓക്കെ, അതോടെ രണ്ടാമത്തെ പാഠം കഴിഞ്ഞു. അടുത്ത വീഡിയോയിൽ മൂന്നാമത്തെ പാഠം പറയാം.